പണ്ടുമുതലേ എന്നുവെച്ചാൽ പറങ്കികൾ കേരളത്തിലെത്തിയ കാലത്തോളം പഴക്കമുണ്ട് പപ്പായയ്ക്ക്. മനുഷ്യ ശരീരത്തിലെ കൃമികളെ നീക്കം ചെയ്യാൻ പപ്പായയ്ക്ക് കഴിയുമെന്നതിനാൽ നമ്മുടെ നാട്ടിലെ നാട്ടുവൈദ്യം അറിയുന്നവർ വീട്ടുവളപ്പിൽ പപ്പായ നട്ടുവളർത്തിപ്പോന്നു. എന്നാൽ കൃമികളെ കൊല്ലാൻ മാത്രമല്ല, പ്രമേഹ രോഗികൾക്കും കൺകണ്ട പഴമാണ് പപ്പായ. നാരുകളുടെ ആധിക്യമാണ് മറ്റു പഴങ്ങളിൽ നിന്ന് പപ്പായയെ വ്യത്യസ്തമാക്കുന്നത്. ശരീരത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിന് പപ്പായയുടെ കഴിവ് പണ്ടേ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അധികം പഴുക്കാത്ത പപ്പായ കഴിക്കുന്നതാണ് ഉത്തമം. പ്രമേഹ രോഗികൾക്ക് പപ്പായ നല്ലൊരു ഔഷധമാണ്. പ്രമേഹ രോഗികളിൽ നൈട്രിക് ഓക്സൈഡിന്റെ കുറവ് വല്ലാതെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. ഇവരിൽ വ്രണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. പ്രമേഹ ബാധിതരിൽ 25% രോഗികൾക്ക് കാലിന്റെ ഉപ്പൂറ്റി ഭാഗത്തിൽ വ്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരത്തിലുള്ള വ്രണങ്ങൾ പലപ്പോഴും ഉണങ്ങാൻ സമയമെടുക്കുകയും ചെയ്യും. വ്യായാമം പാടെ അവഗണിക്കുന്നവരിൽ രക്തചംക്രമണം തടസ്സപ്പെടുന്നു. തന്മൂലം പലപ്പോഴും രോഗം വന്ന കാൽപാദം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരുന്നു. എന്നാൽ ഇത്തരം അവസ്ഥ ഒഴിവാക്കാൻ പപ്പായയ്ക്ക് കഴിയും. ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പപ്പായയ്ക്ക് കഴിയുമെന്നതാണ് കണ്ടെത്തൽ. നൈട്രിക് ഓക്സൈഡ് ശരീരത്തിൽ രക്തചംക്രമണം പുഷ്ടിപ്പെടുത്തുകയും രക്തത്തിലെ ചത്ത കോശങ്ങളെയും പുറത്തുനിന്നും വരുന്ന കൃമികീടങ്ങളെയും നശിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ്. ജപ്പാനിലെ ഒസറ്റോ ഗവേഷണ കേന്ദ്രത്തിൽ എലികളിൽ കൃത്രിമമായി സൃഷ്ടിച്ച വ്രണങ്ങളിൽ പുളിപ്പിച്ച പപ്പായസത്ത് ഉപയോഗിച്ചപ്പോൾ അത്ഭുതകരമായ രീതിയിൽ വ്രണങ്ങൾ ഉണങ്ങുന്നതായി കണ്ടെത്തി. പപ്പായ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ നൈട്രിക് ഓക്സൈഡിന്റെ അഭാവം പരിഹരിക്കപ്പെടുകയും മുറിവ് ഉണങ്ങുകയും ചെയ്തു.